കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ ഇന്ന് അവധിയായിരുന്നു. വീട്ടിലെ ജോലികളെല്ലാം തീർന്നതായി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഷോർട്ട് ആദ്യം ഇട്ടു. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഇല്ല ട്രെൻഡ് നടക്കുകയാണ്. അത് കാണാൻ എനിക്ക് അത് ചെയ്യാൻ വേണം. എനിക്കാണെങ്കിൽ നമ്മൾ ഡാൻസും കാര്യങ്ങളും ഒന്നും പഠിച്ചിട്ടുള്ള ടീമുകളല്ല. നമ്മളൊക്കെ പണ്ട് അങ്ങ് ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു ചെറിയ ലളിതമായ ജീവിതം നയിച്ച നമ്മൾ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ ഒരു ത്രില്ലാണ് ഇത് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ആ ട്രെൻഡിനൊത്ത് ഞാനും ഒരെണ്ണം അങ്ങ് ഇട്ടു. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ ഡാൻസർമാരെ പോലൊന്നും വരത്തില്ല. നമ്മളെ ബോഡിയൊന്നും അതിന് വഴങ്ങത്തില്ല. കാരണം ഇന്ന് വരെ മൂവ് ചെയ്യാത്തത് കൊണ്ട് ഭയങ്കര പാടായിരിക്കും. എന്നാലും സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. അങ്ങനെ ഇന്ന് വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ച് ഇന്നലെ മീനും മരക്കറി സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊണ്ട് വന്ന് ഇന്ന് നല്ല മീൻ കറിയും ചോറും കപ്പയും തോരനും ചീരത്തോരനും ഒക്കെ വെച്ച് ചോറൊക്കെ കഴിച്ച് ഇന്ന് എങ്ങും പോയില്ല. ഇപ്പം 2 അവധി ദിവസങ്ങളിൽ എങ്ങും പോയില്ല. കാരണം ഇല്ല, വലിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഇതിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എങ്ങും പോയില്ല. ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ ഇരുന്ന് ഈ പത്രമൊക്കെ മറിച്ച് നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അന്നേരം കണ്ട് ഈ പത്രത്തിൽ നമ്മുടെ റെയിൽവേയിലൊക്കെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. നമ്മളൊക്കെ മുമ്പ് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ റെയിൽവേയുടെ ടെസ്റ്റിനെ പറ്റി അത്ര അറിവില്ല. നമ്മളത് അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയും. ബാക്കിയുള്ളതിനകത്തോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ എഴുതും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ കൂട്ടുകാരും ഒരു കാര്യം മനസ്സിലാക്കണം. ഈ റെയിൽവേയിൽ ജോലി കിട്ടാൻ പാടില്ല. അതിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് ഉണ്ട്. അതിന് പോയി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ എക്സാം എഴുതിയും വേണം. ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നത് ഒന്നുപോലും മുടങ്ങാതെ എല്ലാം എഴുതുകയും നമ്മൾ ഒരു പരീക്ഷ എഴുതുമ്പം നമുക്ക് കുറേ അതുമായിട്ടൊരു പരിചയം കിട്ടും. പിന്നെ നമ്മൾ പഠിച്ച് അടുത്ത ടെസ്റ്റ് എഴുതുമ്പോൾ വീണ്ടും നമ്മളൊന്നും കൂടെ കോൺഫിഡൻ്റ് ആവും. അങ്ങനെ എഴുതി പിന്നെ ഈ റെയിൽവേയുടെ ക്ലാസ്സിനും കൂടെ പോവാമെങ്കിൽ തീർച്ചയായിട്ടും ആ ടെസ്റ്റ് കിട്ടും. ഇന്ത്യൻ റെയിൽവേയിൽ ഒരുപാട് വേക്കൻസി വന്നിരിക്കുന്നു കൂട്ടുകാരി. നമുക്കൊക്കെ ഇപ്പം അതൊന്നും എഴുതാൻ പറ്റത്തില്ല. നമ്മളെല്ലാം വയസ്സായി ഏജുമൊക്കെ ആയതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ഈ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അതിൻ്റെ ക്ലാസ്സിന് ചേർന്നാൽ ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് റെയിൽവേയിൽ ജോലി കിട്ടിയ ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും ട്രെയിനിൽ പോകാം. ഒരുപാട് നമുക്ക് അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. നല്ല സാലറി ഉണ്ട്. നല്ല ഗമയുള്ള ജോലിയുമാണ് കൂട്ടുകാരെ. ഇത് കണ്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്നപ്പം ചില ആളുകൾ വീഡിയോ ഇട്ടേക്കുന്നു. നമ്മൾ ഈ ഭർത്താക്കന്മാരെയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കണമെന്ന്. എല്ലാ ആളുകൾക്കും കല്യാണമൊക്കെ കഴിയുമ്പോൾ പല മനസ്സിനകത്ത് ആഗ്രഹങ്ങളൊക്കെ കാണും. അപ്പോൾ ആദ്യമേ നല്ല രീതിയിൽ ഇങ്ങനെ പോവും. കുറച്ച് നാൾ കഴിയുമ്പം അവിടെ ഈ യഥാർത്ഥ സ്വഭാവം 2 പേരുടെയും പുറത്ത് വരും. നമ്മൾ ചെയ്യുന്നത് അവർക്കും പിടിക്കത്തില്ല, അവർ ചെയ്യുന്നത് നമുക്കും പിടിക്കത്തില്ല. അന്നേരം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ഇവരെന്ത് ചെയ്യണമെന്നറിയാമോ? കല്യാണമൊക്കെ കഴിയുമ്പോൾ ഇവർ ഈ നമ്മളെയും കൂടെ പരിഗണിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊച്ചു സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാം. നമ്മൾ അടുക്കളയിലെല്ലാം ജോലി ചെയ്യുമ്പോൾ ഇവർ ഈ മൊബൈലും ഒക്കെ നോക്കി പത്രമൊക്കെ വായിച്ച് അവരങ്ങനെ അങ്ങ് ഇരുന്നാൽ നമ്മൾ പിന്നെ വെറും ജോലിക്കാരാവത്തില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഈ നമ്മളെ ജോലിയിലൊക്കെ സഹായിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവരും വരികയാണെങ്കിൽ ഇവരെ നമ്മൾ പൊന്നുപോലെ കൊണ്ടു കിടക്കും. ഇവരുടെ അടുത്തായിരിക്കും നമുക്ക് സ്നേഹം. ആ പറഞ്ഞ ഒരു യൂട്യൂബിലെ ഒരു യൂട്യൂബറാണെന്ന് തോന്നുന്നു ഈ ഭർത്താക്കന്മാരെ നമ്മൾ സ്നേഹിക്കേണ്ടതിനെ പറ്റിയും അവരെ ഒറ്റയ്ക്ക് കിടത്തരുതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടത്. എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഈ വിയോജിപ്പുകൾ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഈ ഭർത്താക്കന്മാരെ നമ്മൾ കെയർ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അവരെ കൈയിരിപ്പും കൂടെ മനസ്സിലാക്കണം വീഡിയോ ഇട്ടവർ. കാരണം ഈ ഭിന്നിപ്പ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അവരുടെ കയ്യിലും കുഴപ്പങ്ങളുള്ളത് കൊണ്ടായിരിക്കും ഭിന്നിപ്പ് വരുന്നത്. അതുകൊണ്ട് അന്നേരം ലേഡീസ് അതനുസരിച്ചേ അവരെ പരിഗണിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഈ 2 പേരും കാര്യങ്ങൾ ഒരു വീട്ടിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലങ്ങ് പോകണം. അന്നേരം ഈ പരിഗണനയും സ്നേഹമൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അല്ലാതെ നമ്മൾ
വിചാരിക്കുന്ന ഒരു കാര്യം പോലും അവരുടെ പരിഗണനയിൽ നമ്മളെ ഒരു കാര്യങ്ങളും വരുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കണക്ക് അവർ വരുത്തില്ലെങ്കിൽ ചെറിയ വിയോജിപ്പുകളൊക്കെ വരും. പിന്നെ മിക്കവാറും എല്ലാ ലേഡീസും പഴയ ആളുകളെല്ലാവരും എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ജീവിച്ച് പോകാൻ നോക്കും. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഇപ്പം ട്രെൻഡ് മാറി. ഇപ്പം പുതിയ തലമുറയാണ്. അവരൊന്നും സഹിക്കത്തില്ല. ഇനി കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നവർ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം. പുതിയ പെൺകുട്ടികളെല്ലാം നല്ല ഹൈലി ക്വാളിഫൈഡാണ്, ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അവരെ ഒന്നും സഹിക്കത്തില്ല. ഈ ആൺപിള്ളേരെ സ്വഭാവ രീതികൾ എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നാൽ അപ്പോഴേ പെട്ടെന്ന് മുറി രണ്ടെന്നും പറഞ്ഞ് ഇവർ ഡൈവേഴ്സ് ചെയ്തങ്ങ് പോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ബന്ധങ്ങളിൽ ചെന്ന് ചാടാൻ. ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. ആദ്യമേ നല്ല ജോലി നേടാനും ശ്രമിക്കണം. നല്ല പഠിത്തവും എല്ലാവരും ഇപ്പോൾ ഈ പെൺപിള്ളേരെല്ലാമാണ് ഏറ്റവും അധികം നല്ല മുന്നിട്ട് നിന്ന് നല്ല ഉയർന്ന സ്ഥാനങ്ങളിലും എല്ലാം എത്തുന്നത്. അതുകൊണ്ട് ഇപ്പം മാത്രമല്ല, ഈ ആൺപിള്ളേരെയാണ് ഇപ്പം കുറച്ച് സഫർ ചെയ്യുന്നത്. അവർക്കാണ് ഇപ്പം ബുദ്ധിമുട്ട്. ഇപ്പം ഉദാഹരണത്തിന് സ്കൂളിലൊക്കെ തന്നെ ഒറ്റ പെങ്കൊച്ചുള്ളവർക്കൊക്കെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണെന്നറിയാമോ? അവരെയാണ് ഇപ്പം പരിഗണന. പെൺപിള്ളേർക്കാണ് പരിഗണന. അതുകൊണ്ട് എല്ലാവരും മുന്നിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ തന്നെ ഒന്നാമനെന്നുള്ള ചിന്തയിൽ പ്രവർത്തനങ്ങൾ നടത്തണം. പഠിത്തമായാലും ജോലിയായാലും എല്ലാം അങ്ങനെ തന്നെ വേണം കൂട്ടുകാരെ. പിന്നെ ചെറിയ ഒരു മഴയൊക്കെ പെയ്ത് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വൈകിട്ട് വീട്ടിൽ ടി വിയുടെ മുമ്പിലും സീരിയൽ കാണുകയും അല്ലെങ്കിൽ ചിലവരൊക്കെ അമ്പലത്തിലൊക്കെ പോകും. ഇങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയായിരിക്കും. ഇപ്പം മണി 7:30 ആയി. ഇപ്പോൾ എല്ലാവരും യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. കൂട്ടുകാരെ, എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എല്ലാവരും എൻ്റെ വീഡിയോസും ഒന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മളെ കൂട്ടുകാർ ചിലവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണും. എല്ലാവരും വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ ഇരുന്ന് വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഈ കാര്യം കാണുന്നില്ലെന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കൂട്ടുകാരെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു. എല്ലാവരും ഇന്ന് എല്ലായിടത്തും സേവനവാരമൊക്കെ ആയിരുന്നു. അപ്പുറത്തൊരു അംഗൻവാടിയുണ്ട്, അവിടെയും രാവിലെ തുറന്ന് എല്ലാം ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും അവരവരുടെ വീടുകളും എല്ലാം സേവനവാരം നടത്തിയതെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ. ഞാനും ചെറിയ രീതിയിലൊക്കെ ജോലികളൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു. ഈ റോഡുകളെല്ലാം എല്ലായിടത്തും അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു പരുവായിട്ട് കിടക്കുകയാണ്. ഈ ഗവൺമെൻറ്റിന് ഫണ്ട് വന്ന് കാശുകളെല്ലാം ഈ വർക്കെടുത്ത് ചെയ്യുന്നവർക്ക് കൊടുത്തെങ്കിലേ ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണൂ. കാരണം ഇപ്പം കണ്ട് തങ്കശ്ശേരിയിൽ ആ റോഡിലൂടെ യാത്ര ചെയ്യുന്ന കുട്ടികളെല്ലാം അങ്ങ് സഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വർക്ക് ചെയ്യണമെങ്കിൽ കാശ് വേണം. കാശ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണം. അത് കിട്ടാതെ കിടക്കുന്നതുകൊണ്ടാണ് റോഡ് അങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് അതിന് എല്ലാവരും പരിഹാരം കാണണം. നമ്മളെ സംസ്ഥാനത്തിന് എങ്ങനെ സമ്പത്തുണ്ടാക്കാമെന്നുള്ള ചിന്തകൾ വേണം. പിന്നെ വേറെ ഒന്നുമില്ല കൂട്ടുകാരെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാ കൂട്ടുകാരെയും എല്ലാവരും വീഡിയോസ് കാണണം, മറക്കരുത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.